ഹരിഹരൻ എന്നൊരു ലെജൻഡറി ഡയറക്ടറുടെ മുന്നിൽ വെച്ച് ONV എന്ന് പറയുന്ന വളരെ ലെജൻഡറി ആയിട്ടുള്ള എഴുത്തുകാരനോട് MT വാസുദേവൻ നായർ സാറ് നഗശതങ്ങളുടെ കഥ പറയുന്നത് നമ്മൾ വളരെ കൗമാരത്തിൽ നേരിട്ടിരുന്ന് കേൾക്കുകയാണ്. 15 വയസ്സിൽ 15 ആൻഡ് അതെന്തോ ഒരു മഹാഭാഗ്യമായിരുന്നു തോന്നുന്നു. ബിക്കോസ് അന്ന് ശരിക്കും അദ്ദേഹത്തിന്റെ കഥകൾക്ക് അങ്ങനെ ഒരു വായന എന്ന് പറയുന്ന പരിപാടി ഉണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു കഥയിൽ ഒരു വേഷം കിട്ടിയാൽ എല്ലാരും പോയി ചെയ്യല്ലേ ഉള്ളൂ. നടന്മാർക്കൊക്കെ അങ്ങനെ ഒരു കഥാകഥനൊന്നും ഇല്ലല്ലോ ജനറലി. പിന്നെ ഞാൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഹരൻ സാറിന്റെ പടങ്ങളൊക്കെ ചെയ്യുമ്പോഴായാലും സ്ക്രിപ്റ്റ് വായിക്കാം. ബിക്കോസ് ഇവരുടെ ഇനിഷ്യൽ ഡിസ്കഷനൊക്കെ MT സാറുമായിട്ട് ഡയറക്ടർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. സോ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടുന്ന് വന്നിട്ടുണ്ടാവും. അങ്ങനെ സെറ്റിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഹരൻ സാർ പറയും അത് MTനോട് ചോദിക്കണം. സോ MT സാറിന്റെ അപ്രൂവൽ ഇല്ലാണ്ട് ഒന്നും ചെയ്യുന്നതായിട്ട് ഹരൻ സാർ എന്തെങ്കിലും ഒരു ഓൾട്ടറേഷൻ വരുത്തണമെങ്കിൽ തന്നെ ഒന്നാമത് ഓൾട്ടറേഷൻ വരുത്തേണ്ടി വരില്ല. ബിക്കോസ് എവറിത്തിങ് വിൽ ബി ഓൺ ദ സ്ക്രിപ്റ്റ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ തന്നെ അത് 7ാമത്തെ വരവിന്റെ സമയത്തൊക്കെയാണ് നാളെ ഒന്ന് MTനോട് അതിലെന്തോ ഗാഡ്ജറ്റ്സിന്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഈ iPadഉം ഇതും. സോ അത് MT സാറിന്റെ അപ്രൂവലിന് ശേഷം മാത്രമേ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യൂ. സോ അങ്ങനെ ഒരു ഇതായിരുന്നു. അതുകൊണ്ട് ദർ വാസ് ഓൺലി സ്ക്രിപ്റ്റ് റീഡിങ്. വി ഹാഡ് ടു റീഡ്. നമ്മൾ പഠിച്ച് ആ ഡയലോഗ് എല്ലാം മെമ്മറൈസ് ചെയ്യണം. അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു. അല്ലാതെ MT സാർ നേരിട്ട് ഇനി സീനിയർ ആക്ടേഴ്സിന് അദ്ദേഹം നേരിട്ട് കഥ നറേറ്റ് ചെയ്യണമെന്ന് എനിക്കല്ല. പക്ഷെ ഞങ്ങളുടെ എസ്പെഷ്യലി ഞാനൊക്കെ അപ്കമിങ് ആക്ടേഴ്സ് ആയിരുന്നു, യങ്സ്റ്റേഴ്സ്, അങ്ങനെ ഒരു ഇന്ററാക്ഷൻ. അല്ല, ഇപ്പൊ നമ്മള് പറയുന്നത് നഗക്ഷതങ്ങളെ കുറിച്ചാണല്ലോ. അതെ. അപ്പൊ എന്റെ അറിവ് തെറ്റാണ്. ഇടനിലങ്ങളായിരുന്നില്ലേ? ഇടനിലങ്ങൾ എന്റെ ആദ്യത്തെ പടം. ഇടനിലങ്ങൾ കഴിഞ്ഞ് ഈ പടം വന്നു നഗക്ഷതങ്ങളായിട്ടാണ്. നഗക്ഷതങ്ങളില് ഹരൻ സാർ കാസ്റ്റ് ചെയ്യുന്നത്. രാമു എന്ന് പറയുന്ന കഥാപാത്രം